പറയുന്നത് ഇതാ. അപ്പൊ നമുക്ക് ഈ ചെമ്പരത്തി പൂക്കൾ നമ്മൾ താളിയൊക്കെ വരയ്ക്കുന്ന ചെമ്പരത്തി പൂക്കളാണ് ഭയങ്കര വടക്കാണ്. വിടയിലിയ പൂക്കളെയാണ്, ഭയങ്കര അസൂയാണ്. ഈ പൂക്കൾ ഫ്രഷ് ആയിട്ടുണ്ടാകുമ്പോൾ റെഡ് കളറും. ഇതാണ് നമ്മുടെ കരിങ്കുറിഞ്ഞി പൂക്കൾ. ഓണക്കാലായപ്പോഴേക്കും പല 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 ജീവികളും ഇറങ്ങാൻ തുടങ്ങിട്ടോ ഗായ്സ്. നമ്മൾ നല്ല ഉന്തൊക്കെ വെച്ച് കൊടുക്കണം. മരക്കം പോലുണ്ട്, കുഞ്ഞു കുഞ്ഞു ബഡ്സ് ആണ് കേട്ടോ, അത് കണ്ടില്ലേ ഗായ്സ്. അപ്പൊ എല്ലാവരുടെ പേരക്കാത്തോട്ടത്തിലേക്ക് പോയി. അപ്പൊ നമ്മളിനി ആറ്റുവഞ്ചിന്റെ പൂക്കളുടെ അടുത്തേക്ക് പോവാണ്. അത് കിട്ടിയ ഭാഗ്യം. ഓ യെസ്, ഒരെണ്ണം കിട്ടി ഗായ്സ്. നിങ്ങൾ മാറി പോകുന്നുണ്ടോ? നമ്മുടെ ചാണകമ്മയ്ക്ക് ചാണകം കിട്ടിയിട്ടുണ്ട്. ഓ വാവ്, നല്ല പച്ച ചാണകം. കുട്ടിപ്പണി ചാണകം കഴിക്കുന്നു. അപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ മില്ലിന്റെ അടുത്താണ്. ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം സ്വാഗതം ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നേ? ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗായ്സ്? യെസ്, നമ്മളിന്ന് നമ്മുടെ പറമ്പിലെ ഓണപ്പൂക്കളിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗായ്സ്, നമ്മൾ ഓണത്തിന് പുറത്തു നിന്ന് വാങ്ങുന്ന പൂക്കൾ കൊണ്ടല്ല നമ്മൾ പൂക്കൾ ഇടുന്നത്. നമ്മുടെ പറമ്പിൽ നിന്നുള്ള പൂക്കളാണ് നമ്മൾ പറിച്ച് പൂക്കളം ഇടുന്നത്. അപ്പൊ നമ്മുടെ പറമ്പിലെ നമ്മൾ പറിച്ച് പൂക്കളം ഇടുന്ന പൂക്കളിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗായ്സ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. അപ്പൊ നമ്മുടെ വയലിലും അതുപോലെ തന്നെ നമ്മുടെ ഈ മൊത്തം ഈ പറമ്പിലും ഇഷ്ടം പോലെ പൂക്കളുകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് മൊട്ട് ചെമ്പരത്തിനെയാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ മൊട്ട് ചെമ്പരത്തി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മൊട്ട് ചെമ്പരത്തി. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ തിന്നുവാണെങ്കിൽ നല്ല തേനുണ്ടാവും. അപ്പോൾ നമുക്ക് ധാരാളം മൊട്ട് ചെമ്പരത്തികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റോസ് കളർ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല ഗായ്സ്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫ്ലവറാണ് മൊട്ട് ചെമ്പരത്തി. എന്നാൽ നമുക്ക് അടുത്ത ഫ്ലവറിനെ തപ്പി പോയാലോ ഗായ്സ്? അപ്പോൾ ഇത് അവിടെ കുറച്ച് വേറെ ചെമ്പരത്തി പൂക്കളുണ്ട്. അപ്പോൾ ചെമ്പരത്തി അയ്യോ സാഷ്ടാകിച്ചു ഗായ്സ്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി പൂക്കൾ കാണുന്നത് ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ കുറെ ചെമ്പരത്തികളുണ്ട്. അപ്പൊ നമുക്ക് ഈ ചെമ്പരത്തി പൂക്കളൊക്കെ കളക്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ ഒരു കൊലയിൽ നിറച്ച് ചെമ്പരത്തി പൂക്കളാണ് ഗായ്സ്. അപ്പൊ നമുക്ക് ഇതെല്ലാം പറിച്ചെടുക്കാം കേട്ടോ. ഇതിൽ നിന്ന് തന്നെ എനിക്ക് 4-5 പൂക്കൾ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമുക്ക് ഈ ചെമ്പരത്തി പൂക്കൾ നമ്മൾ താളിയൊക്കെ വരയ്ക്കുന്ന ചെമ്പരത്തി പൂക്കളാണ്. അപ്പൊ നമുക്ക് ഈ ബക്കറ്റിനുള്ളിലേക്ക് ഇത് കളക്ട് ചെയ്യാം ഗൈസ്. ഇപ്പം നമ്മുടെ ഡയാന ഉണ്ടല്ലോ, അതോ അതിസാഹസികമായാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വീണോ? നമുക്കിതാ ഫ്ലവേഴ്സ് കിട്ടിയില്ല. നമ്മുടെ കുട്ടിമണി വന്നിക്കിനി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വടക്കാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ കുട്ടിമണിക്ക് വന്നിക്കിനോട് നമ്മൾ മിണ്ടുന്ന ഇഷ്ടമല്ല, ഭയങ്കര അസൂയാണ്. അതുകൊണ്ടാണ് അവൻ എപ്പോഴും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി. അത് നമുക്ക് ബാക്കി ഫ്ലവേഴ്സ് പഠിക്കാൻ താഴേക്ക് പോകാം. കുട്ടുവേ, കുഞ്ഞിക്കുട്ടുവേ, കുട്ടിമണിയേ ഗായ്സ്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വിടയിലിയ പൂക്കളെയാണ്. കണ്ടോ, ഇഷ്ടം പോലെ വിടയിലിന്റെ കാടാണ്. അപ്പൊ ദേ നമ്മളെല്ലാരും വിടയിലിയ പൂക്കൾ ഇതാ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൺഫ്ലവറിന്റെ സ്മോളാണ്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഈ വിടയിലെ പൂക്കൾ ഓണക്കാലത്ത് ഇഷ്ടംപോലെ സുലഭമായിട്ടുണ്ടാകുന്നൊരു ഫ്ലവറാണ്. അപ്പോൾ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് ഈ പൂക്കളിന് ഒരു പഞ്ഞമില്ല, ഇഷ്ടംപോലെ പൂക്കളുണ്ട്. അപ്പോൾ നമുക്കിത് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിനി അടുത്ത ഫ്ലവറിനെയും കൂടി പരിചയപ്പെടാം ഗായ്സ്. അങ്ങനെ നമ്മൾ ധാരാളം വിടയിലെ പൂക്കൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നാരനെയാണ് കേട്ടോ. അപ്പം ഈ മരത്തിന് നമ്മൾ നാരെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മരത്തിൻ്റെ വള്ളിയും കൊണ്ട് നമ്മൾ വിറകൊക്കെ കെട്ടും. അതുപോലെ തന്നെ ഈ മരത്തിലെ പൂക്കൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗായ്സ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത്. അപ്പം ഈ പൂക്കൾ ഫ്രഷ് ആയിട്ടുണ്ടാകുമ്പോൾ റെഡ് കളറും അതേപോലെ തന്നെ ഇത് വാടാൻ നേരത്ത് ഇതിൻ്റെ കളറും ബ്ലൂ കളറും മാറുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, കണ്ടില്ലേ, ബ്ലൂ കളറുമായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂക്കളുടെ തേൻ കുടിക്കാൻ വരുന്ന കിളികളെ ഈ മരത്തിൽ പാമ്പുകൾ ഒളിച്ചിരുന്ന് പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ മരത്തിൽ ഇഷ്ടംപോലെ പാമ്പുകളുടെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പൂക്കൾ ഇന്ന് മതി കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്കിന്ന് അടുത്ത ഫ്ലവറിനെ പരിചയപ്പെടാം ഗായ്സ്. അപ്പോൾ നമ്മുടെ വന്നിക്കിനിയോട് കുട്ടിമണി അടി കൂടിയതുകൊണ്ട് ഞാൻ അവനത് അവിടെ ആ കുറ്റിയിൽ കെട്ടിയിട്ടായിരുന്നു. അപ്പോൾ അവൻ നമുക്ക് അയച്ചു വിടാം. ഞാൻ എൻ്റെ കാര്യം മറന്നു വരുന്നു. ആ ശരി 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 കുട്ടുവേ, ദൈവമേ, അയച്ചു വിടേണ്ട താമസം, ആളത് താഴെ എത്തി ഗായ്സ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട്
അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന പൂ ഏതെന്നറിയണ്ടേ? ബാ ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, ഇപ്പം ഇതാണ് നമ്മുടെ കരിങ്കുറിഞ്ഞി പൂക്കൾ. സത്യം പറഞ്ഞത് കുറിഞ്ഞി പൂ പോലെ തന്നെയാണ് ഗായ്സ്. ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നാട് നീളെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു കഷ്ണം കിടന്നാൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മുട്ട് നമുക്കിങ്ങനെ ഞൊട്ടയ്ക്കായിട്ട് നെറ്റിയിലൊക്കെ നമ്മളിങ്ങനെ പൊട്ടിക്കും കേട്ടോ. അപ്പോൾ ഈ ഓണക്കാലത്താണ് ഇത് ഇഷ്ടം പോലെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഈ പൂ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചത് കണ്ടില്ലേ, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പൂക്കളുകൾ നമുക്ക് പറിച്ചെടുക്കാം. ഗായ്സ്, അപ്പോൾ അവർ എന്തോ ടൈപ്പ് പുഴുവിനെ കണ്ടെന്ന് പറയുന്നുണ്ട്. എവിടെ പോയി? ഏതാ നോക്കട്ടെ. ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള പുഴുവിനെ പോലെ ഉണ്ട് ഗായ്സ്. അപ്പോൾ ഞാനിതിനൊന്ന് എടുത്ത് നോക്കട്ടെ. അമ്മേ ഗായ്സ്, കുറെ ചിറകുള്ള പുഴുതേ, നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. ഹായ് ഗായ്സ്, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് പുഴുവിനെ കാണുന്നത്. കണ്ടില്ലേ, ഇതിന് കുറേ ചിറകും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതിനെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്. വാവ്, ഓണക്കാലമായപ്പോഴേക്കും പല 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 ജീവികളും ഇറങ്ങാൻ തുടങ്ങി കേട്ടോ ഗായ്സ്. വാവ്, ആ നടന്ന് നീങ്ങുന്ന കണ്ടോ, എന്ത് രസം. അതിന് കുറേ ചിറകുകളൊക്കെ ഉണ്ട് ഗായ്സ്. അപ്പോൾ ഈ സ്പെഷ്യൽ പുഴുവിനെ നിങ്ങൾ കണ്ടില്ലേ, അവൻ എൻ്റെ കൈക്കൂടി നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവനെ സേഫാക്കി ഈ പറമ്പിലേക്ക് വിട്ടേക്കാം കേട്ടോ. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഭൂമിയുടെ അവകാശികളാണ്. എന്താണ് പൊക്കോ. ഓ, ഒരു തൊട്ടാവാടീൻ്റെ ഇലയിൽ ഞാൻ എന്താ അവനെ വിട്ടിട്ടുണ്ട് കേട്ടോ ഗായ്സ്, കണ്ടില്ലേ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ മമ്മയും മവാറ്റയും പൈങ്കിളിയൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഓണവെയിൽ എൻ്റെ മുഖത്തേക്ക് ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴേക്ക് പോയാലോ? അമ്മയോട് സെൻഡ് ചെയ്യാൻ പറയാം. ഓട്ടെ ഗായ്സ്, അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനായിരുന്നു കേട്ടോ അത്. അപ്പോൾ ചേട്ടൻ പറയുന്നത് എൻ്റെ വീഡിയോസ് ഒന്നും കാണാറില്ല എന്ന്. കഷ്ടം തന്നെ, നമ്മളൊന്നും വീഡിയോ ഇടുന്ന ചേട്ടൻ കാണാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് അയക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഇതേ പൊട്ടന്മാരെല്ലാവരും അവിടെ വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ് ഗായ്സ്. ഞാൻ പൊട്ടനാണോ? എന്നെ പൊട്ടാന്നാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ തലക്കെട്ട് നോക്കിയിട്ട് നമ്മൾ നല്ല ഉന്തൊക്കെ വെച്ച് കൊടുക്കണം. ഓക്കെ ഗായ്സ്, അതാ അമ്മേ ഗായ്സ്, നിങ്ങൾ കാണുന്നുണ്ടോ ഈ പ്രാണിയെ? ഓ, മരത്തിന്റെ കഷ്ണം പോലെ ഉണ്ട്, മരക്കം പോലെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇവരൊക്കെ ഈ മരത്തിലേക്ക് വിട്ടേക്കാം കേട്ടോ. നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിയപ്പോൾ പല ടൈപ്പ് പ്രാണികൾ നമ്മുടെയൊക്കെ അടുത്തേക്ക് ഓടി ഓടി വരികയാണ്. അയ്യോടാ, ശരിക്കും ഒരു മരക്കമ്പ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇവനെ കാണാൻ. എന്തായാലും അവൻ പോയിക്കോട്ടെ ഗായ്സ്. അപ്പം നമുക്ക് നമ്മൾ വയലിലെത്തി കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് അടുത്ത ഫ്ലവേഴ്സ് നോക്കി നോക്കി പോകാം ഗായ്സ്. അപ്പോൾ വാവാറ്റിൻ്റെ കാല് മുഴുവൻ കൊതുക് കടിച്ച് തീർത്തേക്കാണ് കേട്ടോ ഗായ്സ്. പറഞ്ഞ പോലെ എൻ്റെ കാലിലും അതേ ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. നിറച്ച് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും കൊതുകും അതുപോലെ നിറച്ച് അട്ടയുമാണ് ഗായ്സ്. അങ്ങനെ നമ്മളിതാ വയലിലെത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ കാട്ടുചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ കാട്ടുചെടി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിന് കാണാൻ പോലും പറ്റില്ല, അത്രയും സ്മോൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബഡ്സ് ആണ് കേട്ടോ. അത് കണ്ടില്ലേ, ചെറിയ 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 ബഡ്സ് ആണ്. അപ്പോൾ ഇതും നമ്മുടെ പൂക്കളത്തിലുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്കിതാ ഇതും കൂടി നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ പൂക്കളും ഒരു കുഞ്ഞു പുല്ലിനാണെങ്കിൽ പോലും ആ പുല്ലിൽ നിന്ന് വരെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന കാലമാണ് നമ്മുടെ ഓണക്കാലം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പൂക്കളെ പോലും ഒഴിവാക്കാതെ എല്ലാ പൂക്കളും നമുക്കിതാ ഇങ്ങനെ പറിച്ചെടുക്കാം. അപ്പം വാവാശിൻ്റെ അടുത്ത് പേരക്ക കട്ടി പറിച്ച് പോകണം. പൊട്ടം തൊണ്ടല്ല നിന്നിട്ട് ഉള്ളിൽ തിന്നാൻ വെച്ചതാണ്. ഞാൻ തട്ടിപ്പറിച്ചാലും നിന്ന് എന്നാ കാലമാട. ഒരു കാശ് നമുക്ക് വളരെ നോക്കാം കുട്ടു. കാലമാട ഞാൻ വീണൊന്നുമില്ല അല്ലേ? അപ്പൊ നമ്മളെന്താ ചെയ്യട്ടെ ഗായ്സ്? അപ്പോൾ ഈ കവായി ചാടി കടക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ കവായി കൂടി നല്ല വെള്ളം ഒഴുകുന്നുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് കവായൊക്കെ ചാടി നമ്മളിത് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് അപ്പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് പൂക്കളെല്ലാം പറിക്കാം ഗായ്സ്. അപ്പോൾ എല്ലാവരും പേരക്കത്തോട്ടത്തിലേക്ക് പോയുള്ള പേരക്ക ഫുൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേരക്ക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. അപ്പോൾ പൂക്കൾ പറിക്കാൻ പോവാറുണ്ട്, എല്ലാവരും പേരക്കാണ് പറിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇത് ഇഷ്ടം പോലെ ആറ്റുവഞ്ചിൻ്റെ പൂക്കൾ നമ്മളെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം ഗായ്സ്. അപ്പോൾ നമ്മുടെ പൂത്തറ മെഴുകാൻ വേണ്ടിയിട്ടുള്ള ചാണകവും അമ്മ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബക്കറ്റൊക്കെ ആയിട്ട് അമ്മ അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മില്ലിൻ്റെ അടുത്താണ് ഗായ്സ്. അയ്യോ എന്നതാ ഓക്കെ ഗായ്സ്. അപ്പോൾ അവിടെ ആറ്റുവഞ്ചീൻ്റെ മുഴുവൻ തോട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പശുവിന് വേണ്ടിയിട്ട് പുല്ല് വെട്ടാൻ വേണ്ടി വന്നവരൊക്കെ ആറ്റുവഞ്ചി മുഴുവനും എടുത്തുകൊണ്ട് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ചാണകത്തിന് തിരിഞ്ഞ് നടക്കാൻ പോയാലോ?
ഗായ്സ് അപ്പം നമ്മുടെ ചാണകമ്മയ്ക്ക് ചാണകം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചാണകം എടുക്കാം. ചാണകത്തിന് ചാണകം വാരുന്ന കാണാൻ പോകും. പക്ഷെ ഇതുകൊണ്ടല്ലോ ഗായ്സ് വഴി ഫുള്ള് സീനാണൊന്ന് മാറി വെച്ചേ. വഴി ഫുള്ളും ദൈവമേ വഴി ഫുള്ളും ഗായ്സ് മഴ പെയ്തിട്ട് ഫുൾ വെള്ളമായിട്ട് കിടക്കാണ്. എന്താണ് ഗായ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വഴി ഫുൾ ബ്ലോക്കാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെയും പോയേ പറ്റുള്ളൂ. നിറച്ച് വെള്ളമായിട്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ മമ്മ ഇതേ ചാണകം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമ്മ ഇനി ചാണകം വരാൻ വേണ്ടി പോവാണ്. അയ്യോ ഇതേ ചാണകം മമ്മയ്ക്ക് ചാണകം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഓ വാവ്, നല്ല പച്ച ചാണകം. മുകളിലുണങ്ങിയാണെങ്കിലും ഉള്ളിൽ നല്ല പച്ച ചാണകമാണ് ഗായ്സ്. അപ്പോൾ ചാണകമൊക്കെ വാരി വാരി ഇതേ അമ്മ ബക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ കുട്ടിമണി ചാണകം തീനിയാണ്. കുട്ടിമണി ചാണകം കഴിക്കുന്നു. അയ്യോ അതെ അതിൻ്റെ കയറിലൊക്കെ നിറച്ചാക്കി. മമ്മ ഇതേ ചാണകമൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ചാണകമാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ചാണകത്തിന് മൊത്തം ദാരിദ്ര്യമാണ് ഗായ്സ്. അപ്പോൾ ഞാനും ഇതേ ചാണകം തപ്പിക്കൊണ്ടിരിക്കുവാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ ഈ കവറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ആറ്റുവഞ്ചീൻ്റെ പൂക്കളുടെ അടുത്തേക്ക് പോവാണ്. വഴി നിറച്ച് ചെളിയായിരുന്നു ഗായ്സ്. അപ്പോൾ സണ്ണ് വന്നിട്ട് നമ്മളിങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആറ്റുവഞ്ചി പൂക്കളുടെ അടുത്തേക്ക് നടന്ന് പോവാം. ഇതല്ലേ ഫുള്ള് ഇവിടെ ആറ്റുവഞ്ചീൻ്റെ തോട്ടാണ്, കണ്ടില്ലേ? അപ്പോൾ പൂക്കൾ ഇത് അവിടെയാണുള്ളത്. നമുക്ക് അവിടെ നടക്കാം ഗായ്സ്. അപ്പം ആറ്റുവഞ്ചി പൂക്കൾ പറിക്കാൻ നല്ല കഷ്ടമാണ്. കാരണം ഇവിടെ ഫുൾ ചതുപ്പാണ് കേട്ടോ. അതുകൊണ്ടോ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ആറ്റുവഞ്ചി എന്ന് പറയുന്നത്. അതാ മുഴുവൻ കൊഴിഞ്ഞും പോയി. അതുകൊണ്ടോ അതിൻ്റെ പെറ്റൽസ് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ബാക്കി ഇത് അവിടെ നിൽപ്പുണ്ട്. നമുക്ക് അവിടേക്ക് എങ്ങനെയും പോകാൻ പറ്റുമോ നോക്കാം ഗായ്സ്. അങ്ങനെ നമുക്കിത് ആറ്റുവഞ്ചി പൂവ് അയ്യോ തൊടുന്നതൊക്കെ കൊഴിഞ്ഞു പോവാണ്. ഒരെണ്ണമെങ്കിലും കൊഴിയാതെ കിട്ടിയ ഭാഗ്യം. ഓ യെസ് ഒരെണ്ണം കിട്ടി. ഇനി രണ്ടാമത്തെ കിട്ടിയെങ്കിലും എൻ്റെ പെറ്റൽസൊക്കെ പോയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പക്ഷേ പൂക്കളൊക്കെ വളരെ കുറവാണ് ഗായ്സ്. നമുക്ക് ഇതാണ് കിട്ടിയുള്ളെങ്കിലും നമ്മളത് കവറിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നതാ ഒരെണ്ണം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് എസ്കേപ്പ് ആവാൻ നോക്കാം കേട്ടോ. അയ്യോ ഇവിടെ വഴി ഫുൾ സീനാണ്. എൻ്റെ കാല് മൊത്തം കണ്ടോ ഗായ്സ് കുഴിഞ്ഞു പോകുന്നത്. അമ്മേ ഞാൻ പെട്ടുന്നാണ് ഗായ്സ് തോന്നുന്നത്. അമ്മേ അയ്യോ രക്ഷപ്പെട്ടു. നമുക്ക് നേരെ നടക്കാം. നമ്മൾ ആ കുഴിയിൽ പോയി ചാടിക്കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ആറ്റുവഞ്ചി പൂക്കൾ ഇതാ 3-4 നിൽപ്പുണ്ടായിരുന്നു. മൊത്തം കൊഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പെറ്റൽസ് എല്ലാം പറിച്ചെടുക്കാവേ ഗായ്സ്. അപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് ഉടയാതെ ഒരു ആറ്റുവഞ്ചി പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പെറ്റൽസ് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ കവറിലേക്ക് ഇടാം കേട്ടോ. കണ്ടോ പറഞ്ഞു തരുമ്പോൾ ഇത് പൊഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മമ്മ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാട്ടോ ഗായ്സ്. അപ്പം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഫ്ലവർ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുമ്പപ്പൂവാണ്. അപ്പോൾ തുമ്പപ്പൂ നമ്മുടെ ഇവിടെ കാണാനേ ഇല്ല കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ മാവേലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവറാണ് തുമ്പപ്പൂ. അപ്പോൾ തുമ്പപ്പൂ ഇതേ നമ്മുടെ മില്ലിൻ്റെ സൈഡിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുമ്പപ്പൂ പറിക്കാം. അങ്ങനെ നമ്മളിതേ മില്ലിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുമ്പപ്പൂ എവിടെയെന്ന് ചോദിച്ചാൽ ഇതേ ഇവിടെ ആൾ ഒളിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പേ നിറച്ചിതാ പൂക്കളും ഉണ്ട് കേട്ടോ. ഹായ് ഗായ്സ്. അപ്പോൾ നമുക്കിതാ തുമ്പപ്പൂ ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഹായ് എന്ത് ഭംഗിയാ നോക്കിയേ. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള തുമ്പപ്പൂക്കളൊക്കെ പറിച്ചെടുക്കാം കേട്ടോ ഗായ്സ്. ഇവിടെ ഒരു മണ്ടൻ ഇതേ കഷ്ടം ഇതേ കൊച്ചെ കൈ മുറിയൂട്ടോ. അമ്മേ അമ്മ അതിൻ്റെ അടുത്ത് ആലുവ വാങ്ങി പിടിച്ചേ. തമാശ കളിയല്ല കേട്ടോ ഗായ്സ്. നിങ്ങൾ മാറി പോകുന്നുണ്ടോ? ഗായ്സ് അങ്ങനെ നമ്മളിതേ പൂക്കളെല്ലാം പറിച്ചു കഴിഞ്ഞ് തലയിൽ മമ്മേൻ്റെ തലയിൽ ഓൾറെഡി തലേൻ്റെ ഉള്ളിൽ ചാണകമാണ്. പിന്നെ അതിൻ്റെ പൊക്കത്ത് വേറൊരു ചാണകം കൂടി വെച്ചിട്ടുണ്ട് മമ്മ. അങ്ങനെ നമ്മൾ പൂക്കളും ചാണകവും മണ്ണും എല്ലാം ആദ്യം എടുത്തുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഗായ്സ്. എന്നാൽ നമുക്ക് എന്നാലും നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം ഗായ്സ്. ടാറ്റ.